ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണല്ലോ നമ്മുടെ കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദചാമി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളത് അല്ലേ. സത്യത്തിൽ ആ വാർത്ത കേട്ട സമയത്ത് നാണക്കേടാണ് തോന്നിപ്പോയത്. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും കൊടും കുറ്റവാളിയായിട്ടുള്ള ഇയാളെ സൂക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇയാളെ ജയിലിൽ അടച്ചിട്ടുള്ള ആ ഒരു സെൻട്രൽ ജയിലിൻ്റെ കമ്പി മുറിച്ച് മതിൽ ചാടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം എത്രത്തോളം ഉണ്ട് നമ്മുടെ ജയിലിൻ്റെ അകത്തുള്ള അവസ്ഥകൾ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം 2011 ഫെബ്രുവരി 1 സൗമ്യ വധക്കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. സൗമ്യ വള്ളത്തോൾ നഗറിൽ വെച്ചിട്ട് ട്രെയിനിൽ നിന്നാണ് സൗമ്യക്ക് അപകടം സംഭവിച്ചുള്ളത്. ഇയാളും സൗമ്യയും ഒറ്റയ്ക്കായിരുന്നു ഒരു കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയുന്നു. അതിനുശേഷം ഇയാൾ സൗമ്യ ഉപദ്രവിക്കുകയും പുറത്തേക്ക് തള്ളിയിടുകയും അതിനുശേഷം തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നൊക്കെയാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ഈ ഒരു സംഭവത്തിൽ നമുക്കറിയാം ഹൈക്കോടതി 2013 ഗോവിന്ദചാമിക്ക് വധശിക്ഷയൊക്കെ വിധിച്ചിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതിയാണ് തെളിവുകളില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വധശിക്ഷ റദ്ദാക്കാണ്ട് ചെയ്തിട്ടുള്ളതിന് ശേഷമാണ് ഇയാൾ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ സംഭവം ഇന്നലെ നടന്നത്. അപ്പോൾ അവർ പറയുന്നത് 1:10 ജയിൽ വാർഡൻ ചെന്ന് നോക്കിയ സമയത്ത് ഗോവിന്ദചാമി നല്ല പോലെ പുതച്ച് കിടന്നുറങ്ങുന്ന രംഗമാണ് കണ്ടത് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നീട് അയാൾ 4:15 ജയിലിൽ നിന്നും കാണാതായി എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇയാൾ ഈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ജയിലിലെ കമ്പികൾ മുറിച്ചത് എന്നാണ് അത്ഭുതം. പിന്നെ കമ്പി മുറിച്ചെന്ന് മാത്രമല്ല കേട്ടോ, പിന്നെ ആക്സം ബ്ലേഡ് എവിടുന്ന് കിട്ടി, പിന്നെ അതുപോലെ കൂടാതെ തന്നെ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തി ഒറ്റ കൈയ്യനാട്ടോ, ഒരു കൈയുള്ളൂ, ഒരു കൈപ്പത്തി ഇല്ല. അപ്പോൾ ഈ ഒരു കൈപ്പത്തിയുള്ള ആൾ എങ്ങനെയാണ് ഈ ജയിലിൻ്റെ 7 മീറ്റർ ഉയരമുള്ള മതിൽ, 7 മീറ്റർ ഉയരമുണ്ട് മതിലെന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിൽ വേറെ കമ്പിവേലി കൂടിയുണ്ട്, ഇതൊക്കെ ചാടിക്കടന്ന് എങ്ങനെ അയാൾ ജയിലിന് പുറത്തു പോയി എന്നതാണ് കേട്ടോ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇയാൾ 1 മാസം മുമ്പ് തന്നെ ജയിലിൽ നിന്ന് പോവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം 1 മാസം മുമ്പ് തന്നെ ഇയാൾ അരിഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് തടിയൊക്കെ നല്ല പോലെ കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഉണങ്ങാട്ടിരുന്ന തുണി ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിക്കെട്ടി വലിയൊരു കയറ് രൂപത്തിലാക്കിയിട്ട് അത് പിടിച്ചിട്ടാണ്, ഈ ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് മതിൽ ചാടി അയാൾ പുറത്ത് രക്ഷപ്പെട്ടതെന്നാണ് കേട്ടോ വാർത്തകൾ വരുന്നത്. പുലർച്ചെ റോഡിലൂടെ നടന്നു പോകുന്നത് ആളുകൾ കണ്ടു. അപ്പോൾ ഒരാൾ കണ്ട് അയാൾ ഗോവിന്ദചാമി എന്ന് വിളിച്ച സമയത്ത് ഇയാൾ തിരിഞ്ഞോടി തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കാട് പിടിച്ചൊരു പറമ്പിലേക്ക് കയറി രക്ഷപ്പെട്ടു. അതിനുശേഷം ആ കാട്ടിൽ തന്നെ ഉള്ള ഒരു ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ അകത്തുള്ള വലിയൊരു കിണർ കേട്ടോ, ആ കിണറിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഇയാൾ ഒളിച്ചിട്ടുള്ളത്. കാരണം കിണറിലേക്ക് മോട്ടറിൻ്റെ പൈപ്പുണ്ട്, അതിൻ്റെ കൂടെ ഒരു കയറുണ്ട്. ഈ കയറിൽ ഈ ഒരൊറ്റ കൈ കൊണ്ട് തൂങ്ങി പിടിച്ച് ഇറങ്ങിപ്പോയിട്ട് കിണറിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് പോലീസ് പിടിച്ച സമയത്ത് ഇയാളെ കാണുന്നത്. അപ്പോൾ ഇത്രയും കൊടും കുറ്റവാളിയായിട്ട് ഇയാളെ സംരക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു രൂപത്തിലാണ് എന്ന് ഓർക്കുന്ന സമയത്ത് നമുക്കൊക്കെ നാണക്കേട് തോന്നാം. സത്യത്തിൽ ഇയാളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? വധശിക്ഷയാണോ ജീവപര്യന്തമാണോ കൊടുക്കേണ്ടത്? ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഇയാൾ പോയിട്ട് ഗുരുവായൂർ പോയിട്ട് മോഷണം നടത്തിയതിന് ശേഷം അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റാത്തത് കാരണമാണ് അങ്ങനെ നിന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് മോഷണം നടത്തിയതിന് ശേഷം അവിടുന്ന് വേറെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിൻ കയറി രക്ഷപ്പെടാൻ എന്നായിരുന്നല്ലോ അയാളെ പ്ലാന്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് അയാളെ കണ്ടു കിട്ടിയത്. അപ്പോൾ ഇനി അയാളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെയാണ് നമ്മളെ ജയിലുകളുടെ അവസ്ഥയൊക്കെ മാറേണ്ട കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ജയിലിൽ ചാടുക എന്ന് പറയുമ്പോൾ നമുക്കും നാണക്കേട്, പിന്നെ ജയിലിലെ ആളുകൾക്കും നാണക്കേട്. ഒരു കുറ്റവാളി ഇത്രയും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ചാടി രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ഉത്തരവാദിത്തക്കുറവില്ല, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പി മുറിച്ചിട്ട് ഒരാളെ കൊള്ളുന്ന രൂപത്തിൽ കമ്പി മുറിച്ച് രക്ഷപ്പെട്ടിട്ടും
ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നാണക്കേട് തന്നെയാണ്. എന്തായാലും നമ്മുടെ ജയിലുകളുടെ അവസ്ഥയൊക്കെ പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ.